ഹായ് സഹോദരങ്ങളെ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് മെസ്സേജൊക്കെ വന്ന ചില കാര്യങ്ങളുണ്ട് കേട്ടോ. ദിയ എന്ന് പറയുന്ന കുട്ടി കിരൺ എന്ന് പറയുന്ന ഒരുത്തൻ്റെ കൂടെ പോവാൻ അല്ലേ, ഞാൻ പറഞ്ഞ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാനില്ല. ഞാൻ ഒളിച്ചോടി പോവാൻ, ആ ഉമ്മയും ബാപ്പയും കണ്ണീരിൽ ആഴ്ത്തിയിട്ട് അവിടെ പോവാൻ. ഇപ്പോൾ തിരിച്ച് വന്നേക്കുക അല്ലേ. എന്താ, മുഴുക്കുടിയനാണ്, കള്ളുപിടിക്കുന്നതാണ്, ഭയങ്കര പ്രയാസം, ഇവിടെ കൊണ്ട് കുടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പല കാരണങ്ങൾ പറഞ്ഞിട്ടല്ലേ വരുന്നത്. ഇതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നോട് ഇതൊക്കെ നിങ്ങൾ ഉസ്താദുമാരാ കാരണം. എന്തേ ഉസ്താദുമാർ നേടിയാക്കായിട്ടാണ്? എവിടെ നേടാക്കാൻ പറ്റുക? നമ്മളൊരു ഉപദേശം കൊടുക്കാൻ പോയാൽ നമ്മൾ പഴഞ്ചനായി, ഉസ്താദുമാർ പഴഞ്ചനാണ്. ഇങ്ങനെയുള്ള എന്താ പറയുക, ഒരു മുസ്ലിമുമായി വിവാഹം കഴിക്കട്ടെ, മറ്റൊരാളെ പ്രേമിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നത് നമ്മൾ പഴഞ്ചനാണ്. സൗഹാർദ്ദം, മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ പ്രേമിക്കണം എന്നല്ല കേട്ടോ, മറ്റേ മതത്തെ ബഹുമാനിക്കലാണ് മതസൗഹാർദ്ദം. അല്ലാതെ മുസ്ലിം മതത്തിലൊരു പെണ്ണിനെ ഹൈന്ദവ മതത്തിലൊരു ചെറുക്കം പ്രേമിച്ചാൽ മതസൗഹാർദ്ദാവില്ല. എവിടെയാണ്? ആടെ ഒരു മതമില്ല, കളക്കുളുത്താകാണ്. അത് ചിന്തിച്ചു നോക്കി. ഒരു മുസ്ലിം ചെറുക്കം പോയിട്ട് ഹിന്ദു പെണ്ണിനെ പ്രേമിക്കാൻ നോക്കുക, ഇതിലോളം ചെറ്റത്തരം വേറെ ഇല്ല. കുറേ ആൾ പറയാറുണ്ട്, പ്രേമിക്കുന്നുണ്ട്, ഓളെ ഞാൻ കല്യാണം കഴിച്ചിട്ട് മുസ്ലിം ആക്കും, ഉണ്ടയാവും. ചിന്തിച്ചു നോക്കിയാൽ അത് നടക്കണ കേസൊന്നുമല്ല. കല്യാണം കഴിക്കാൻ വേണ്ടി മുസ്ലിം ആകുക, ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് മതം മാറുക, അത് എന്താ പറയുക, സ്നേഹമില്ലല്ലോ. അതിന് പറയുന്ന പേരാണ് ഭ്രാന്ത് എന്നുള്ളത്. ഭ്രാന്ത് എന്ന് പറയാ, ഇതൊക്കെ ശുദ്ധ തെമ്മാടിത്തരമാണ്. ഈ തെമ്മാടിത്തരം നടത്തിയ ഒരുപാട് പേര് ജീവിതം നശിച്ച് നാറാണത്ത് കല്ലെടുത്തിട്ട് നടക്കുവാണ്. മനസ്സിലായില്ലേ? ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്, നിങ്ങൾ സൂക്ഷിക്കുകയെന്ന്. എനിക്ക് വേറെ കുറച്ച് ആൾക്കാരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർ പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും കാരണം ഉസ്താദന്മാരാണ്. ഞാൻ ചോദിച്ചു, എന്നാ കാരണം? ഉസ്താദന്മാർ കാരണം. ഉസ്താദന്മാർ അങ്ങനെയാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നത്, പേടിപ്പിക്കുകയാണ്, അതാണ് ഇതാണ്. ഞാൻ പറയും, ഉസ്താദന്മാർ കാരണമായിട്ട് ആരും പോവില്ല. പോകുന്നത് എന്തുകൊണ്ടാണ്? ഉസ്താദ് പറയുന്നത്, അല്ലെങ്കിൽ ഉമ്മ പറയുന്നത്, ബാപ്പ പറയുന്നത്, അല്ലെങ്കിൽ അച്ഛൻ പറയുന്നത്, അമ്മ പറയുന്നത്, അത് കേൾക്കാതെ അതിനേക്കാൾ വലുത് എനിക്ക് പുറത്തുനിന്ന് ഞാൻ പ്രേമിക്കാൻ പോകുന്ന അവർ പറഞ്ഞിരുന്നതാണെന്ന് ഇവർക്കൊരു ധാരണ ഉണ്ട്. നമുക്കിപ്പോൾ സ്വസ്ഥമായിട്ട് ജീവിക്കണം, ഇപ്പോഴത്തെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും മതമൊന്നും നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. മതത്തെ ബഹുമാനിക്കണം, മതം നോക്കണം. മതമില്ലാത്തവരിങ്ങനെ നടന്നോട്ടെ. പിന്നെ അതൊന്നും നോക്കാണ്ട് അങ്ങനെ ഇങ്ങനെ പോയിട്ട് പിന്നെയും മതത്തിൻ്റെ പെരുമാറ്റം തിരിച്ചു വന്നിട്ട് കണ്ണീരൊലിപ്പിക്കാന്ന് പറയുന്നത്, അതാണ് ശുദ്ധ തെമ്മാടിത്തരം എന്ന് പറയുന്നത്. ആളെ പറ്റിക്കുക. കാരണം അവിടെ ജീവിക്കാൻ കഴിയും, ഇനി പീഡ കണ്ണീരൊലിപ്പിച്ചാൽ എനിക്ക് ജീവിക്കാൻ കഴിയും, ആ രൂപത്തിൽ വരികയാണ്. ഇതിനൊന്നും യാതൊരു ഗുണമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയാണ്, സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട ആരും. ഒരു മാതാപിതാക്കളും ഞാൻ പറയാണ്, ഒരു മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ അയക്കുന്നുണ്ട് അല്ലേ, അവരെ പഠിക്കാൻ വേണ്ടി അവിടെ ഇടയ്ക്ക് കൊണ്ടാക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് അവർ ഭയങ്കര സംഭവമായിട്ട് പഠിക്കാനെന്നല്ല, നിങ്ങളുടെ കണ്ണെത്തുന്നിടത്ത് പഠിപ്പിക്കുക. നിങ്ങൾക്ക് എപ്പോഴും അന്വേഷിക്കാൻ കഴിയുന്ന, കാണാൻ പറ്റുന്നിടത്ത് പഠിപ്പിക്കുക. അല്ലാതെ മഹിമ പറയാൻ, എൻ്റെ മോൾ അങ്ങനെ പഠിപ്പിക്കുന്നത്, അങ്ങ് ഇവിടെ പഠിക്കണേ, അതിനൊന്നൊരു അർത്ഥമില്ല. കാരണം അവർ പഠിക്കാൻ പോയിട്ട് പഠിക്കാനോ അതല്ലോ വേറെന്തെങ്കിലും ആക്കാണോ നമുക്കറിയുന്നില്ല. ഇത് ഞാനൊരു മുസ്ലിമിനോട് പറയുന്നതല്ല കേട്ടോ, എല്ലാവരോടും പറയാം, നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കൺമുന്നിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുക, അടുത്തുള്ള കോളേജുകളിൽ പഠിപ്പിക്കുക. എങ്കിലും അവരെ തിരിച്ചു കിട്ടും, അതല്ലെങ്കിൽ പിഴച്ചു പോവുക തന്നെ ചെയ്യും. ദൈവം കാക്കട്ടെ.